ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ, നമ്മളൊരു പൊലച്ച സമയം ഒരു 3:30 എണീറ്റിട്ടോ നമുക്ക് നോമ്പ് നോൽക്കാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ വേറെ റെഡിയാക്കണം. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും റെഡിയാക്കാം. അപ്പോൾ ഞാൻ ചോറല്ല കേട്ടോ സാധാരണ ഉണ്ടാക്കിയത്. നമ്മൾ ഒരു പച്ചരി ഉഴുന്നൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് അരച്ച് വെച്ചിനി. അപ്പം നമുക്ക് ദോശ ചൂടാന്ന് വിചാരിച്ച്. പിന്നെ എന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ദ്വാരയിൽ ഉൾപ്പെടുത്തട്ടോ. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ദ്വാരയിൽ ഉൾപ്പെടുത്തും ചെയ്യാം. അപ്പോൾ നമ്മൾ വേഗം തന്നെ കിച്ചണിൽ ഇറങ്ങി ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിന് കേട്ടോ. പിന്നെ ചെറിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിന്. അതിൽ കുറച്ച് കറിയുണ്ട് ഫ്രിഡ്ജിലുണ്ടായിനി, അത് ചൂടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ദോശയും ചൂടാ. അപ്പോൾ പിന്നെ നോമ്പ് വിൽക്കാൻ ചെറിയ മോൻ ഇവിടെ അല്ല, എൻ്റെ വീട്ടിലാണുള്ളത്. പിന്നെ കാക്കക്കാണെങ്കിൽ നോമ്പ് വിൽക്കാൻ മരുന്ന് കുടിക്കുന്നതുകൊണ്ട് കാക്ക നോമ്പ് വിൽക്കാൻ പറ്റൂല. അപ്പോൾ ഞാൻ മാത്രമേ തന്നെ ഉള്ളൂ, മക്കളാണ് വീട്ടിലുമാണുള്ളത്. അപ്പോൾ എനിക്ക് മാത്രമുള്ള ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ആവശ്യത്തിനുള്ള കുറച്ചൊരു 3-4 ദോശ ചുട്ടാതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് നമ്മുടെ ചായൻ്റെ വെള്ളം തിളച്ചിട്ടോ. ഞാൻ കുറച്ച് മധുരം ഇട്ട് ചായപ്പൊടി ഇട്ട് നമുക്കത് ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് ദോശ ചുടാൻ കേട്ടോ. അപ്പം എല്ലാവരും എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മളെ മാവ്, ദോശയ്ക്ക് കൂട്ടിയ മാവ് കേട്ടോ. അത് ഇതാ നന്നായിട്ട് പതച്ചിങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് അങ്ങനെ ചുട്ടാൽ മതിയല്ലോ, ചൂടോടെ തന്നെ കഴിക്കുക, നല്ലൊരു ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇന്നലെ രാത്രി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്ത്, വെള്ളമൊക്കെ വാർന്നതാണ്, അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോഴത്തേന് നമ്മളെ ഭക്ഷണം കാര്യങ്ങളും 1:30 എണീറ്റാൽ നമുക്ക് എല്ലാ പണിയും വേഗം കഴിയേ. അപ്പോൾ നമുക്ക് ഭക്ഷണം കാര്യങ്ങളും കഴിച്ച് നമ്മളെ ബാക്കിയുള്ള നമ്മൾ നിസ്കാരങ്ങളൊക്കെ കഴിയും. റാഹത്തായിട്ട് കുറച്ച് നേരത്തെ എണീച്ചാൽ നമുക്ക് റാഹത്ത്, അല്ലെങ്കിൽ എന്താണ് തട്ടി പഠിച്ച് നമ്മൾ പണിയെടുക്കേണ്ടി വരും. അപ്പോഴത്തേനും ബാങ്കും കൊടുക്കും. എന്നാൽ പിന്നെ ചട്ടി ചൂടായി, ഞാൻ ദോശ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുടട്ടെ കേട്ടോ. നമുക്കിപ്പോൾ ഒരു 3-4 ചുട്ടാൽ മതി, അത്രയൊന്നും വേണ്ട. എന്നാലും പിന്നെ ഒരു 3 ചുട്ടിന് കേട്ടോ, നമുക്ക് ആവശ്യമുള്ളത് വേണ്ടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ചൂടോടക്കാകുമ്പം കഴിക്കാൻ കഴിയും. ഈ ചോറൊന്നും പൊളിച്ചേക്ക് വല്ലാതെ പോരും. ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയാലാണ് അതാണ് നല്ലത്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ പണികളങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മോനില്ലാത്തതുകൊണ്ട് ഒരു സുഖമല്ല കേട്ടോ വീട്ടിൽ. ഒരാൾ വീട്ടിൽ നമുക്ക് കുറഞ്ഞാൽ തന്നെ നമുക്ക് വീട് ഉണങ്ങിയ മാതിരിയായി പോട്ടോ. മക്കളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതാ ഞാൻ പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു പോയിട്ടോ. അപ്പോൾ നമ്മൾ ഫോണിലേക്ക് നോക്കിയപ്പോൾ ടൈം 4:30 ആയി. വേഗം ചുട്ട് നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മളെ ഭക്ഷണമൊക്കെ അങ്ങനെ ഏകദേശം ഇങ്ങനെ റെഡിയായി. അപ്പോഴത്തേനും ഞാൻ അതിൻ്റെ ഇടയിൽ വേറൊരു പണി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കുറച്ച് അവിടെ അപ്പുറത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാണ്ടായിന്. ഇന്നലെ രാത്രി ഞാനിങ്ങനെ നിരത്താൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് നിരത്തി വെച്ചതേന്. അപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഭക്ഷണമൊക്കെ റെഡിയായി. ബാക്കിയുള്ളത് ഞാൻ മൂടി വെക്കട്ടെ കേട്ടോ. നേരം വെളുത്തിട്ട് മോനൊക്കെ വന്നാൽ മോനൊക്കെ ഓരോന്ന് അങ്ങനെ ചുട്ട് കൊടുക്കാമല്ലോ, ചൂടോടെ അങ്ങോട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതാകുമ്പോൾ സുഖമാണ്, മക്കൾക്ക് വേണ്ടിയത് ഓരെന്നെ ചുട്ടോളും. നമ്മളിങ്ങനെ മാവ് കൂട്ടി വെച്ചാൽ മതി, മക്കൾക്ക് വേണ്ടിയത് മക്കൾ ചുട്ടിങ്ങനെ ഒരാവശ്യത്തിന് നമ്മളെ ബുദ്ധിമുട്ടാക്കൂല. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇനി എടുത്ത് പാത്രത്തിലേക്ക് എടുത്ത് വെക്കട്ടെ. ചായ എടുത്ത് ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ദോശ നല്ല സോഫ്റ്റായിട്ട് വന്നാണ്. നമുക്കിതിന് കറി തന്നെ വേണമെന്നില്ല കേട്ടോ. നല്ല എനിക്ക് വേണ്ടിയതും തന്നെ കാര്യമായിട്ട് വേണ്ടിയത് നല്ല ചൂടുള്ള ചായ. അതൊരു 3-4 ഗ്ലാസ് കുടിക്കും, ചായ കുടിക്കും. പിന്നെ 2 ദോശയും കഴിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ദ്വാരയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. നമ്മളെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ അതാ ഞാൻ ചിക്കൻ കറി ഉണ്ടായിന്, അത് കുറച്ചൊന്ന് കഴിച്ച്. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത് ചൂടോടെ ഇങ്ങനെ കഴിക്കാൻ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.